ഇത് ഡിസംബർ മാസത്തിന്റെ തുടക്കമായിരുന്നു. കാട്ടിൽ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ചെറുതായിട്ട് ഐസ് മഴയുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് എല്ലാ മൃഗങ്ങളും വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ വർഷത്തെ ശൈത്യകാലത്ത് എത്രയെത്ര സുഹൃത്തുക്കളെ നമുക്ക് നഷ്ടപ്പെട്ടു? എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം വളരെ മോശമായിരിക്കുമെന്നാണ്. ആ, എനിക്കും അങ്ങനെയാ തോന്നുന്നത്. കാരണം ഈ വർഷം ഡിസംബർ മുതൽ മഞ്ഞ് വീഴാൻ തുടങ്ങി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജനുവരിയിൽ എന്തായിരിക്കുമെന്ന്. വൈകുന്നേര സമയം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. നല്ല തണുത്ത മഴ പെയ്യുകയായിരുന്നു. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. ടീനുക്കിളി, മൈന, ബുൽബുലൊക്കെ തിരിച്ചു പറക്കുന്ന സമയത്ത് നല്ല കാറ്റ് കാരണം പറക്കാൻ പറ്റുന്നില്ല. അവർക്ക് ബുദ്ധിമുട്ടായി. എനിക്ക് പറക്കാൻ പറ്റുന്നില്ല. എനിക്ക് പറക്കാൻ പറ്റത്തില്ലേ? ടീനുക്കിളി നേരെ തറയിലോട്ട് വന്നു വീണു. അവളുടെ കൂടെ ബുൽബുലും മൈനയും കൂടെ വന്നു. ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ 3 പേരുടെ കണ്ണടഞ്ഞതുപോലും അവരറിഞ്ഞതുപോലുമില്ല. രാവിലെ സൂര്യൻ ഉദിച്ചപ്പോ ഇച്ചിരി തണുപ്പൊക്കെ മാറിയപ്പോ ബുൽബുലും മൈനയുടെ കണ്ണു തുറന്നു. ബുൽബുൽ, നിനക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ ടീനുക്കിളി ഇപ്പോഴും ഉറങ്ങുന്നത് എങ്ങനെയാ? ബുൽബുലും മൈനയെ എണീപ്പിക്കാനായിട്ട് ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാക്കി. എന്നിട്ടും എണീറ്റില്ല അവൾ. അയ്യോ, ഇവള് ശ്വസിക്കുന്നത് പോലും ഇല്ല. ശരീരം തണുത്തു വിറച്ചിരിക്കുന്നു. ടീനു നമ്മളെ വിട്ടു പോയി. ഇത് പറഞ്ഞ് ബുൽബുലും മൈനയും കരയാൻ തുടങ്ങി. അപ്പോഴേക്ക് എല്ലാ മൃഗങ്ങളും അവരുടെ അടുത്തേക്ക് എത്തി. ഉച്ചസമയം നല്ല വെയില് കിട്ടിയപ്പോ മൃഗങ്ങൾക്ക് ഇച്ചിരി ആശ്വാസം തോന്നി.